ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ 2025 ഇതുവരെ ഇറങ്ങിയ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ 10 സിനിമകളും അതിൻ്റെ ബഡ്ജറ്റുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 10ാം സ്ഥാനത്ത് തമിഴ് മൂവി ഗുഡ് ബാഡ് അഗ്ലി. അജിത് കുമാർ, തൃഷ, അർജുൻ ദാസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആദിക് രവിചന്ദ്രൻ കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. ഇതൊരു ആക്ഷൻ കോമഡി മൂവിയാണ്. 2025 ഏപ്രിൽ 10 തിയേറ്ററിലെത്തിയ ഗുഡ് ബാഡ് അഗ്ലിക്ക് നല്ല റെസ്പോൺസാണ് ലഭിച്ചത്. സിനിമയുടെ ബഡ്ജറ്റ് 300 കോടി രൂപയും വേൾഡ് വൈഡ് കളക്ഷനും 300 കോടി രൂപയായിരുന്നു. 9ാം സ്ഥാനത്ത് തെലുങ്ക് മൂവി ഗെയിം ചേഞ്ചർ. രാം ചരനെ കേന്ദ്ര കഥാപാത്രമാക്കി ദിൽരാജ് നിർമ്മിച്ച് വിവേകിന്റെ രചനയിൽ എസ് ശങ്കർ സംവിധാനം ചെയ്ത ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ഗെയിം ചേഞ്ചർ. രാം ചരനെ കൂടാതെ അഞ്ജലി, ശ്രീകാന്ത്, സുനിൽ, ജയറാം എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. 2025 ജനുവരി 10 തിയേറ്ററിലെത്തിയ സിനിമയുടെ ബഡ്ജറ്റ് 425 കോടിയും വേൾഡ് വൈഡ് കളക്ഷൻ 195 കോടി രൂപയുമായിരുന്നു. ചിത്രം തിയേറ്ററിൽ പരാജയമായിരുന്നു. 8ാം സ്ഥാനത്ത് തുടരും. മോഹൻലാലിനെ നായകനാക്കി രഞ്ജിത്ത് നിർമ്മിച്ച് KR സുനിലിന്റെ തിരക്കഥയിൽ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ ആക്ഷൻ മൂവിയാണ് തുടരും. മോഹൻലാലിനൊപ്പം ശോഭന, പ്രകാശ് വർമ്മ, വിനു പപ്പു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചത്. സിനിമയുടെ ബഡ്ജറ്റ് 28 കോടി രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 215 കോടി 30 ലക്ഷവുമാണ്. 7ാം സ്ഥാനത്ത് ഒരു ഹിന്ദി മൂവിയാണ് റെയ്ഡ് 2. അജയ് ദേവ്ഗണിനെ നായകനാക്കി രാജ്കുമാർ ഗുപ്ത സംവിധാനം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് റെയ്ഡ് 2. അജയ് ദേവ്ഗണിനൊപ്പം റിതേഷ് ദേശ്മുഖ്, വാണി കപൂർ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. 2025 മെയ് 1 തിയേറ്ററിലെത്തിയ സിനിമ ഒരു ഹിറ്റ് മൂവിയായിരുന്നു. സിനിമയുടെ ബഡ്ജറ്റ് 120 കോടി രൂപയും വേൾഡ് വൈഡ് കളക്ഷൻ 243 കോടി രൂപയുമായിരുന്നു. 6ാം സ്ഥാനത്ത് ഒരു ഹിന്ദി മൂവിയാണ് ഹൗസ്ഫുൾ 5. അക്ഷയ് കുമാർ, അഭിഷേക് ബച്ചൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തരുൺ മൻസുഖാനി, രജനി സംവിധാനം നിർവഹിച്ച ഒരു കോമഡി ത്രില്ലർ മൂവിയാണ് ഹൗസ്ഫുൾ 5. ഇതിൽ അക്ഷയ് കുമാർ, അഭിഷേക് ബച്ചൻ എന്നിവരെ കൂടാതെ റിതേഷ് ദേശ്മുഖ്, സഞ്ജയ് ദത്ത്, ജാക്കി ഷറഫ്, നാനാ പട്ടേക്കർ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. 2025 ജൂൺ 6 തിയേറ്ററിലെത്തിയ സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സിനിമയുടെ ബഡ്ജറ്റ് 240 കോടി രൂപയും വേൾഡ് വൈഡ് കളക്ഷൻ 218 കോടി രൂപയുമായിരുന്നു. 5ാം സ്ഥാനത്ത് ഒരു തെലുങ്ക് മൂവിയാണ് സംക്രാന്തിക്ക് വസ്തുന. വെങ്കടേഷിനെ കേന്ദ്ര കഥാപാത്രമാക്കി ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ് നിർമ്മിച്ച് അനിൽ രേവുടി രചന സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ കോമഡി ഫിലിമാണ് സംക്രാന്തിക്ക് വസ്തുന. വെങ്കടേഷിനൊപ്പം ഐശ്വര്യ രാജേഷ്, മീനാക്ഷി ചൗധരി, പി സായ്കുമാർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. സിനിമയുടെ ബഡ്ജറ്റ് 50 കോടി രൂപയും വേൾഡ് വൈഡ് കളക്ഷൻ 300 കോടി രൂപയുമാണ്. 2025 ജനുവരി 14 സിനിമ റിലീസ് ചെയ്തത്. 4ാം സ്ഥാനത്ത് ഒരു ഹിന്ദി മൂവിയാണ് സിത്താരെ സമീൻ പർ. അമീർ ഖാനെ നായകനാക്കി അമീർ ഖാൻ, അപർണ പുരോഹിത് എന്നിവർ നിർമ്മിച്ച് ദിവി നിധി ശർമ്മ തിരക്കഥ എഴുതി RS പ്രസന്ന സംവിധാനം ചെയ്ത ഒരു സ്പോർട്സ് കോമഡി മൂവിയാണ് സിത്താര സമീൻ പർ. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ലഭിച്ചത്. സിനിമയുടെ ബഡ്ജറ്റ് 100 കോടി രൂപയും വേൾഡ് വൈഡ് കളക്ഷൻ 263 കോടി 42 ലക്ഷവുമായിരുന്നു. 2025 ജൂൺ 20 സിനിമ റിലീസ് ചെയ്തത്. 3ാം സ്ഥാനത്ത് മലയാളം മൂവിയാണ് എംപുരാൻ. മോഹൻലാലിനെ നായകനാക്കി ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് മുരളി ഗോപിയുടെ രചനയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് എംപുരാൻ. മോഹൻലാലിനോടൊപ്പം പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ഇന്ദ്രജിത്ത് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമ തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. സിനിമയുടെ ബഡ്ജറ്റ് 175 കോടിയും വേൾഡ് വൈഡ് കളക്ഷൻ 268 കോടി രൂപയുമാണ്. 2025 മാർച്ച് 7 സിനിമ റിലീസ് ചെയ്തത്. 2ാം സ്ഥാനത്ത് ഹിന്ദി മൂവിയാണ് സയ്യാര. നവാഗതനായ അഹാൻ പാണ്ഡെ കേന്ദ്ര കഥാപാത്രമാക്കി യാഷാജ് ഫിലിംസ് നിർമ്മിച്ച് മോഹിത് സൂരി സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് മൂവിയാണ് സയ്യാർ. അഹാൻ പാണ്ഡെയോടൊപ്പം അനീത് പദ്ദയും പ്രധാന വേഷത്തിലെത്തുന്നു. സിനിമ തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ ആണ്. 2025 ജൂലൈ 18 തിയേറ്ററിൽ റിലീസായ സിനിമയുടെ ബഡ്ജറ്റ് 50 കോടി രൂപയും വേൾഡ് വൈഡ് കളക്ഷൻ 486 കോടി രൂപയുമാണ്. 1ാം സ്ഥാനത്ത് ഹിന്ദി മൂവിയാണ് ചാവ. വിക്കി കൗശലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ദിനേഷ് വിജയൻ നിർമ്മിച്ച് ലക്ഷ്മൺ ഉഡേക്കർ സംവിധാനം ചെയ്ത ഒരു ഹിസ്റ്റോറിക്കൽ ആക്ഷൻ മൂവിയാണ് ചാവ. വിക്കി കൗശലിനൊപ്പം അക്ഷയ് ഖന്ന, രശ്മിക മന്ദാന എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. 2025 ഫെബ്രുവരി 11 റിലീസ് ചെയ്ത സിനിമയുടെ ബഡ്ജറ്റ് 130 കോടി രൂപയും വേൾഡ് വൈഡ് കളക്ഷൻ 807 കോടി രൂപയുമാണ്.